ഹായ് ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 9 നവോദയ എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലേ? നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെയായി? നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പം ഇന്ന് ഞാൻ മാത്സിലെ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലുള്ള അതിനകത്ത് തന്നെ വരുന്ന ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ്, അതായത് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആ ഒരു ചാപ്റ്ററിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പൊ ട്രെയിനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയാ? നമുക്കറിയാം, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻസ്. സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? ആ ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് തന്നെ നിങ്ങൾ ഡിസ്റ്റൻസിന്റെയും ടൈമിന്റെയും ഒക്കെ ഇക്വേഷൻ പറയണം. ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. അതേപോലെ ടൈം ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെ? അപ്പൊ ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. ഇനി ഈ ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് ട്രെയിൻ എന്നുള്ള ഒരു വാക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതല്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നാൽ ഒരു ട്രെയിൻ ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഈ ട്രെയിൻ ഈ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാനുള്ള ടൈം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ഒക്കെ ചോദിക്കുന്നു. ഒന്നെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്നുള്ള ടൈം എത്ര ആണെന്ന് ചോദിക്കാം. എപ്പോഴും ടൈം മാത്രമല്ല ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഈ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാൻ എത്ര സമയമെടുത്തു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് പല തരത്തിലുള്ള ഒബ്ജക്റ്റ് ഉണ്ട്. അതിനനുസരിച്ച് ഇക്വേഷൻസിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഇതിനെ ഒരു ട്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ ഇതൊരു ഒബ്ജക്റ്റ്, ഇതിനെ നമുക്കൊരു പോസ്റ്റ് എന്നോ ഒരു പോളോ അല്ലെങ്കിൽ ഒരു ട്രീ എന്നൊക്കെ കൺസിഡർ ചെയ്യാം. അപ്പം ട്രെയിൻ പാസ് ചെയ്യുക എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ട്രെയിൻ എന്ന് പറയുന്നതാണ്ട് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അല്ല, ഇതിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യനിൽ അത് എടുത്തു പറയും. അങ്ങനെ എടുത്തു പറയാത്തടത്തോളം നമ്മുടെ ട്രെയിൻ എന്താണ്? ഇവിടെ നിൽക്കുകയാണ്. ഈ ട്രെയിൻ ഈ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതിപ്പോ എന്താണ്ട് പാസ് ചെയ്തില്ലേ? അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ആയത് ട്രാവൽ ചെയ്തത്? ഈ ഒരു ട്രെയിനിന്റെ ലെങ്ത് ആണ് ട്രാവൽ ചെയ്തത് അല്ലെ? ഏത് സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്? ഈ ട്രെയിനിന്റെ സ്പീഡ് എന്താണോ ആ സ്പീഡിൽ അല്ലെ? അപ്പോൾ നമുക്ക് ടൈം പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഈ ഡിസ്റ്റൻസ്, അതായത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ് അല്ലെ? ഇനി ഈ ഒബ്ജക്റ്റ് ഒരു പ്ലാറ്റ്ഫോം എന്ന് കരുതുക. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു ഒബ്ജക്റ്റിന് ലെങ്ത് ഇല്ല. അതായത് നമ്മുടെ ട്രെയിനിന്റെ ലെങ്ത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ? അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റിന് ലെങ്ത് ഇല്ല. ഇനി ഞാനിപ്പോ ഒരു ബ്രിഡ്ജ് എടുക്കുവാണെങ്കിൽ അതിനെന്തുണ്ട്? ലെങ്ത് ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രെയിൻ അടുത്ത വേറൊരു ഒബ്ജക്റ്റായി ബ്രിഡ്ജിനെ പാസ് ചെയ്യാനുള്ള ടൈം അല്ലെ? അപ്പൊ ഇവിടെ നിൽക്കുന്നു, ഇത് പാസ് ചെയ്തു അല്ലെ? എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? ദാണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ട്രെയിനിന്റെ ലെങ്ത് ഉണ്ട് പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത് ഉണ്ട് അല്ലെ? ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് വരെ നമ്മൾ ഈ ലെങ്തുകളാണ് പറയുന്നത് അല്ലെ? അതേപോലെ ഈ ട്രെയിനിന്റെ സ്പീഡ് അല്ലെ? ഈ പറയുന്ന ഇതിന് സ്പീഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ ട്രെയിൻ ആണ് മൂവ് ചെയ്തത്, സോ ട്രെയിനിന്റെ സ്പീഡ്. ക്ലിയർ ആണോ? അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ പറയാം. നമ്മൾ ടൈമിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ഈ ഒരു ട്രെയിൻ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാനുള്ള ടൈം അതുമായിട്ടാണ് വരുന്നത്. നമ്മൾ ടൈമിന്റെ ഇക്വേഷൻ എഴുതാം. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഡിസ്റ്റൻസിന് വരെ നമ്മൾ എന്താ എടുക്കുന്നത്? ലെങ്ത് എടുക്കും. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്. ഫസ്റ്റ് കേസിൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അത് എടുത്തില്ല. സെക്കൻഡ് കേസിൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടായത് കൊണ്ട് അത് എടുത്തു അല്ലെ? അപ്പൊ അതിനനുസരിച്ച് ഓരോ ഒബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാം. സോ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ, അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെ? സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ്. ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞാലുള്ള ഇക്വേഷൻ. ക്ലിയർ ആണോ? ഒന്നുകൂടെ എഴുതാം. ടൈം ഈക്വൽ ടു നമുക്ക് എന്താ? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ്. ഈ പ്ലസ് ഓർ മൈനസ് നിങ്ങൾക്ക് അറിയാലോ, റിലേറ്റീവ് സ്പീഡ് അറിയാമല്ലോ. എന്താ? രണ്ട് സ്പീഡ് പറയുന്നുണ്ടെങ്കിൽ S1 S2 രണ്ട് സ്പീഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്താണ്? S1 മൈനസ് S2. എപ്പോഴാ? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവ രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ S1 മൈനസ് S2 ആണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ, ഇത് S1 ഇത് S2. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ റിലേറ്റീവ് സ്പീഡ് എന്താ? S1 പ്ലസ് S2 അല്ലെ? അത് പഠിച്ചു വെച്ചേക്കുക, നോട്ട് ചെയ്തെടുത്തോളൂ ഇതൊക്കെ. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുത്തെ നമ്മൾ ഇനി ഓരോ ഒബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാം.
ഫസ്റ്റ് കെയർ. അതായത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ അതങ്ങനെ ഇക്വേഷൻ പ്രത്യേകം എഴുതുന്നില്ല, നമ്മളൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാക്കുക. എന്താ ഇപ്പൊ നമ്മുടെ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു ട്രെയിൻ ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാനുള്ള സമയം ചോദിച്ചാൽ ടൈം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്ട് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ഒബ്ജക്ട്. ഈ രണ്ട് സ്പീഡുകൾ വരുമ്പോൾ ഡയറക്ഷൻ നോക്കിയിട്ട് റിലേറ്റീവ് സ്പീഡ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റ് എടുക്കാം. ഒബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങനെ ട്രീ എന്ന് പറയാം, അല്ലെങ്കിൽ പോസ്റ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് മാൻ. ഈ ഒരു കാറ്റഗറിയിൽ ഇതെല്ലാം വരും അല്ലെ. ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു, ആ മനുഷ്യനെ കടന്നു പോകാൻ എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു ട്രീ, അല്ലെങ്കിൽ ഒരു പോള്, എന്ത് വേണമെങ്കിലും പറയാം. അവിടെ ടൈമിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ട്രെയിൻ. ഈ പറഞ്ഞ ഒബ്ജക്റ്റുകൾക്കൊക്കെ ലെങ്ത് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ലെങ്ത് ഓഫ് ട്രെയിൻ മതി ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ, അല്ലെ. ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇനി രണ്ടാമത്തത് നമുക്ക് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന് സ്പീഡും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്പീഡ് ഓഫ് ഒബ്ജക്റ്റും വേണ്ട. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ പറഞ്ഞാൽ ബ്രിഡ്ജ്, പ്ലാറ്റ്ഫോം, സ്റ്റേഷനറി ട്രെയിൻ, ഒരു നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ, അല്ലെങ്കിൽ ടണൽ, അല്ലെ. എന്താ ഈ ഒബ്ജക്റ്റുകളുടെ ഒക്കെ പ്രത്യേകത ആലോചിച്ച് നോക്കിയേ. സ്റ്റേഷനറി ട്രെയിന്, ടണല്, പ്ലാറ്റ്ഫോം, ഇതിനൊക്കെ ലെങ്ത് ഉണ്ട് പക്ഷെ സ്പീഡില്ല. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്, അല്ലെ. ട്രെയിനിന്റെ ലെങ്ത് എടുക്കണം, ഒബ്ജക്റ്റിന്റെ ലെങ്ത് എടുക്കണം. ഇനി സ്പീഡ് എടുക്കുമ്പോഴോ സ്പീഡ് ഓഫ് ട്രെയിൻ മാത്രമല്ല ഉള്ളു, ഒബ്ജക്റ്റിന് സ്പീഡ് ഉണ്ടോ? ഇല്ല, അല്ലെ. ക്ലിയർ ആണോ? ഇപ്പൊ രണ്ടാമത്തെ ആയി. ഇനി മൂന്നാമത്തെ ഒരെണ്ണം ചോദിക്കാം. മൂവിങ് മാൻ. എന്താണ്? ഓടുന്ന മനുഷ്യൻ, അല്ലെ. ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആ ഓടുന്ന ആളിനെ പാസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? അപ്പൊ മൂവിങ് മാന്റെ പ്രത്യേകത എന്തൊക്കെയാ? മാൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒബ്ജക്റ്റിൽ നമ്മൾ പെടുത്തുന്നതാ, അല്ലെ. ആദ്യം പറഞ്ഞതിനകത്തുള്ള ലെങ്ത് ഇല്ല. ഓക്കെ, പക്ഷേ മൂവ് ചെയ്യുവായതുകൊണ്ട് അയാൾക്ക് സ്പീഡ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ, ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ, ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് മാൻ എന്ന് പറയാം, അല്ലെ. ഡയറക്ഷൻ, അത് ക്വസ്റ്റ്യനിലെ ഡയറക്ഷൻ നോക്കാം. മാൻ സെയിം ഡയറക്ഷൻ, മാനും ട്രെയിനും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ മൈനസ് കൊടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ പ്ലസ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി നാലാമത്തത് വരുന്നത് മൂവിങ് ട്രെയിൻ. അതായത് നമ്മുടെ ഒരു ട്രെയിൻ ഉണ്ട്, നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ട്രെയിൻ ആണ്. രണ്ട് ട്രെയിൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു, അവര് ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുത്തു? അല്ലെങ്കിൽ രണ്ട് ട്രെയിൻ സെയിം ഡയറക്ഷനിൽ പോയി, അവർ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുത്തു? അങ്ങനെ ചോദിക്കാം, അല്ലെ. അപ്പം ഇവിടെ ഒരു ട്രെയിനും ഉണ്ട്, ഒബ്ജക്റ്റും ഒരു ട്രെയിനാണ്, അല്ലെ. അപ്പൊ നമുക്ക് എന്താ ടൈം ഈക്വൽ ടു എന്ന് പറയാം? ഒബ്ജക്റ്റിന് ലെങ്ത് ഉണ്ടോ? ലെങ്ത് ഉണ്ട്. ട്രെയിനിന് ലെങ്ത് ഉണ്ട്, അല്ലെ. അപ്പൊ ലെങ്ത് ഓഫ് രണ്ട് ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2 ബൈ രണ്ടിനും സ്പീഡ് ഉണ്ട്, അല്ലെ. സോ സ്പീഡ് ഓഫ് ട്രെയിൻ 1 പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ട്രെയിൻ 2. അത് നിങ്ങൾ ക്വസ്റ്റ്യനിലെ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഇടുക. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ ട്രെയിനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത ഒബ്ജക്ട്സ് മനസ്സിലായല്ലോ. ആ ഒബ്ജക്റ്റ് നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ട് ഈ ഇക്വേഷൻ എഴുതാനല്ല ഉള്ളൂ. നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കുക. ഇത്ര ആലോചിച്ചാൽ മതി. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഈ ട്രെയിനിന്റെ കേസിലെല്ലാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആയിട്ട് എടുക്കുക. ലെങ്ത് ഓഫ് ട്രെയിനും ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്. പിന്നെ സ്പീഡ് ഓഫ് ട്രെയിനും പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ്. പ്ലസ് ഓർ മൈനസ് അറിയാമല്ലോ. റിലേറ്റീവ് സ്പീഡ് നമ്മൾ കൊടുക്കുന്ന അല്ലേ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക, സെയിം ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചോ. സെയിം ആണെങ്കിൽ സബ്ട്രാക്ട്. മറ്റേത് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഓരോ ഒബ്ജക്റ്റ് നമ്മൾ നോക്കുക, അതിനനുസരിച്ച് ഇത് ആലോചിച്ച് ഇക്വേഷൻ എഴുതുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ ഒരു യൂണിറ്റ് കൺവേർഷനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്പീഡ് നമുക്ക് എപ്പോഴും ഏതൊക്കെ യൂണിറ്റ് പറയാം? ഒന്നീ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ പറയാം, അല്ലെ. അത് നമ്മളുടെ ട്രെയിനിന്റെ ഒക്കെ സ്പീഡ് മിക്കപ്പോഴും കിലോമീറ്റർ പെർ അവറിലായിരിക്കും. ഇനി ഈ ട്രെയിനിന്റെ ലെങ്ത് ഒക്കെ നമുക്ക് മീറ്ററിലായിരിക്കും തരുന്നത്. അതേപോലെ ഒരു ട്രെയിൻ ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് സെക്കൻഡ്സിലായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു യൂണിറ്റ് കൺവേർഷന്റെ ആവശ്യം വരും. അതായത് സ്പീഡ് എപ്പോഴും കിലോമീറ്റർ പെർ അവർ ആയിരിക്കും തരുന്നത്, അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം, അല്ലെ. എങ്ങനെ ചെയ്യാം? അപ്പൊ ഈ ഒരു യൂണിറ്റ് കൺവേർഷൻ പഠിച്ചു വെച്ചേക്കുക. അത് നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിലും ഉള്ള ബാക്കി ക്വസ്റ്റ്യൻസിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ എന്താ? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനോ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം.
m/s to കിലോമീറ്റർ അല്ലെ, വലുതിലോട്ടാക്കാൻ നേരം വലിയ നമ്പർ മേളിൽ വരിക എന്ന് ആലോചിക്കുക. അപ്പൊ 18 മേളിൽ 18/5. ഇനി ചെറുതിലോട്ടാക്കാൻ നേരം ചെറിയ നമ്പർ മേളിലോട്ട് വരിക എന്ന് ആലോചിക്കുക. അപ്പൊ 5/18. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a train runs at a rate of 120 km/h. The speed in meter/s is. Okay, ഒരു ട്രെയിൻ 120 km/h ട്രാവൽ ചെയ്യുന്നത്. അതിന്റെ സ്പീഡ് m/s സ്പീഡ് പറയാം. km/h m/s വെക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചു, എന്ത് ചെയ്യണം? ഇൻറ്റു 5/18 അല്ലെ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് m/s കിട്ടും. സോൾവ് ചെയ്തേ നോക്ക്. ഇതിനെ നമുക്ക് കട്ട് ചെയ്തേ, 6 വെച്ച് കട്ട് ചെയ്താൽ എന്ത് വരും? ഇവിടെ 20, ഇവിടെ 3 അല്ലെ, 6ന്റെ ടേബിളിലുള്ള നമ്പേഴ്സ് അല്ലേ ഇതൊക്കെ. ഓക്കെ, കട്ട് ചെയ്യാം. സോ 20 × 5 100, 100/3 m/s എന്ന് കിട്ടും അല്ലെ. ഇനി നോക്കി, നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് മിക്സഡ് ഫ്രാക്ഷനിലോട്ടാക്കിയേ. എന്താ ചെയ്യേണ്ടത്? 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. 3 9 10 3 9 1. ഇനി എഴുതിയ ആൻസർ എന്താണോ അത് ആദ്യം എഴുതുക. 33. ദെൻ റിമൈൻഡർ, ശിഷ്ടം എന്ത് വന്നു അത് എഴുതുക. 1 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? അത് ഡിവൈസർ അല്ലെ, 3 എഴുതുക. ദാറ്റ് ഈസ് 33 1/3 m/s. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ ഡി 33 1/3 m/s. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രെയിൻ ഈസ് 125 meter long. If the train takes 30 seconds to cross a tree by the railway line, then speed of the train. എന്താണ്? ഒരു ട്രെയിൻ പറയുന്നത് 125 meter ലോങ് ആണ്. ആ ട്രെയിൻ 30 seconds to cross a tree. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ആണ് ആദ്യം നോക്കേണ്ടത്. ഒബ്ജക്റ്റ് ട്രീ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാൻ അറിയാം. എന്താ? ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് ടൈം എത്ര തന്നേക്കുന്നത്? 30 seconds. സോ 30 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 125 meter. സോ 125 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ കണ്ടുപിടിക്കണം അല്ലെ. സോ സ്പീഡ് ഓഫ് ട്രെയിൻ ഇത് മീറ്ററിലും ഇത് സെക്കൻഡിലും. അപ്പൊ നമുക്ക് സ്പീഡ് ഓഫ് ട്രെയിൻ ഏതിലാണ് കിട്ടുന്നത്? 125/30. നമുക്ക് ഏത് യൂണിറ്റ് കിട്ടും? m/s കിട്ടുന്നത്. ക്ലിയർ ആണോ? അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ ഓപ്ഷൻ നോക്കിയേ, km/h ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 125/30 ഇൻറ്റു, ഇത് നിങ്ങൾ കട്ട് ചെയ്ത് പോയിന്റ് ഒന്നും ആക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാം അത് അല്ലെ. m/s km/h ആക്കാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? 25. 5ഉം 30യും കൂടെ കട്ട് ചെയ്താൽ എന്ത് വരും? ഇവിടെ 5 ആയി, ഇവിടെ 6 ആയി. ദെൻ 6ഉം 18നും കൂടെ കട്ട് ചെയ്താൽ 3 ആയി. സോ ഫൈനൽ എന്താണ്? 5 × 3 ദാറ്റ് ഈസ് 15. ഏതാ? നമ്മൾ m/s ആയിരുന്നതിനെ km/h മാറ്റി അല്ലെ. 15 km/h. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രെയിൻ 110 meter long is running at a speed of 72 km/h to pass a 132 meter long platform in how many times? അതായത് ടൈം ആണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാന്ന് നോക്കിയേ. 132 meter ലോങ് പ്ലാറ്റ്ഫോം അല്ലെ. ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാനുള്ള ടൈം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ട്രെയിനിന്റെ സ്പീഡും ലെങ്തും ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാനുള്ള ടൈം എങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലെ. ആ ഒബ്ജക്റ്റിന് സ്പീഡ് ഇല്ല. സോ നമുക്ക് എഴുതാം, ടൈമാണ് നമുക്ക് വേണ്ടത്. ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 110 പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്ട്, പ്ലാറ്റ്ഫോം ആണ് ഇവിടുത്തെ ഒബ്ജക്ട്, പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 132 ബൈ, ഇനി സ്പീഡ് എന്താ? നമ്മൾ ഇത് മീറ്ററിലല്ല എഴുതിയേക്കുന്നത്, ഇത് 2 മീറ്ററിലാണ്. അപ്പൊ താഴെ നമ്മൾ ഏത് യൂണിറ്റിലാണ് എഴുതേണ്ടത്? m/s എഴുതണം അല്ലെ. പക്ഷെ തന്നിരിക്കുന്ന സ്പീഡ് എന്താ? സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് 72 km/h ആണ്. അപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റണം? അതിനെ m/s മാറ്റണം അല്ലെ. എന്ത് ചെയ്താൽ മതി? 72 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് m/s കിട്ടും. സോൾവ് ചെയ്തേ, കട്ട് ചെയ്തേ. 18 × 4 അല്ലെ. നീ അല്ല, നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്യാം. 72 18 ഒക്കെ 9ന്റെ മൾട്ടിപ്പിൾ അല്ലെ. സോ 9 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 2 ആയി, ഇവിടെ കട്ട് ചെയ്താൽ 8 ആയി. ദെൻ 2ഉം 4 കട്ട് ചെയ്തേ, 2ഉം 8 കൂടെ കട്ട് ചെയ്താൽ 4 ആയി. 4 × 5 20.
ദറ്റ് ഈസ് 20 meter per second. എന്ത് കിട്ടി? സ്പീഡ് കിട്ടി. അത് നമുക്ക് ഇവിടെ കൊണ്ടിടാം. ദറ്റ് ഈസ് 20. ഇനി സോൾവ് ചെയ്യാമല്ലോ. 110 plus 132 242 by 20. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് വരും? 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 10, ദെൻ ഇവിടെ കട്ട് ചെയ്താൽ 1 2 1. ദറ്റ് ഈസ് 121 by 10. ദറ്റ് ഈസ് 12.1 സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി 12.1 സെക്കൻഡ്. അപ്പോൾ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള ഇക്വേഷൻ എഴുതുക, അതിന്റെ വാല്യൂസ്. പിന്നെ ഓർത്തിരിക്കേണ്ട, ഞാൻ പറഞ്ഞു സ്പീഡൊക്കെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലായിരിക്കും മിക്കപ്പോഴും തരുന്നത്, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രെയിൻ 700 meter long is running at a speed of 72 kilometer per hour. If it crosses a tunnel in 1 minute, then the length of the tunnel. അല്ലേ? ഇവിടെ പറയുന്നത് ഇപ്പൊ ടൈം തന്നിട്ടുണ്ട്, എന്നിട്ട് ടണലിന്റെ ലെങ്ത് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ടണലാണ്. ഇറ്റ് ക്രോസ് ദ ടണൽ ഇൻ 1 minute. ടണൽ അല്ലെങ്കിൽ ബ്രിഡ്ജ്, പ്ലാറ്റ്ഫോം, ഇതെല്ലാം വരുന്ന ഒരു ടൈപ്പ് അല്ലേ? സെക്കൻഡ് ടൈപ്പ് ഒബ്ജക്റ്റ് ആണ്. ദറ്റ് ഈസ് ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലെ? ക്രോസ് ചെയ്യാനുള്ള ടൈം ആ തന്നിരിക്കുന്നത് എത്രയാണ്? 1 minute. നമ്മൾ മിക്കപ്പോഴും എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മീറ്റർ ആണ്. ഇനി ഈ മിനിറ്റിനെ നമ്മൾ ആദ്യം എന്തിലേക്ക് മാറ്റുക? സെക്കൻഡിലേക്ക് അങ്ങ് മാറ്റുക അല്ലെ? ദറ്റ് ഈസ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 minute ആണ്. നമുക്കറിയാം 1 minute എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആണ്? 60 seconds ആണ് അല്ലെ? സോ 60 എന്ന് എഴുതാം. ഓക്കെ, സോ ടൈം ഞാൻ എഴുതി 60 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 700 meter. സോ 700 പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടണലാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലെങ്ത് ഓഫ് ടണൽ. ഓക്കെ, ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എത്രയാണ്? സ്പീഡ് 72 kilometer. അതിനെ കൺവേർട്ട് ചെയ്യണ്ടേ? സ്പീഡ് എന്ന് പറയുന്നത് 72 kilometer per hour ആണ്. നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. 72 into 5/18 അല്ലെ? നമ്മൾ തൊട്ട് മുന്നത്തെ കണക്കിൽ ഇത് ചെയ്തായിരുന്നു. ഇപ്പൊ എന്താ വരുന്നത്? 20 വരും അല്ലെ? 4 വെച്ച് കട്ട് ചെയ്യാൻ 20 meter per second. സോ എന്ത് വന്നു? ഇവിടെ 20 വന്നു. ഇനി സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ, ഇങ്ങോട്ട് ക്രോസ് ചെയ്യാമല്ലോ. ഇത് ക്രോസ് ചെയ്താൽ എന്ത് വരും? 60 into 20 ഈക്വൽ ടു 700 പ്ലസ് ലെങ്ത് ഓഫ് ടണൽ. ഇനി എന്ത് വരും? 60 into 20 1200 ഈക്വൽ ടു 700 പ്ലസ് ലെങ്ത് ഓഫ് ടണൽ. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ടണൽ വിൽ ബി ഈക്വൽ ടു, ഇതിപ്പുറത്തൊരു മൈനസ് അല്ലേ? 1200 മൈനസ് 700, ദാറ്റ് ഈസ് 500 meter. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി 500 meter. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രെയിൻ 240 meter long passes a pole in 24 seconds. How long will it take to pass a platform 650 meter long? അതായത് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം ഓരോ ഒബ്ജക്റ്റ് വീതമാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റ് മനസ്സിലാക്കുക, അതിന്റെ ഇക്വേഷൻ എഴുതുക. ഇവിടെ ഇപ്പൊ എന്താ? 2 ഒബ്ജക്റ്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ഒബ്ജക്റ്റ്? ഒന്ന് ഒരു പോളിനെ പാസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യുന്ന കാര്യവും പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ആ 2 ഇക്വേഷനും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസിൽ നമ്മൾ ട്രെയിനും പോളും അത് വരുന്ന ഇക്വേഷൻ എഴുതുക. പിന്നെ സെക്കൻഡ് കേസിൽ ട്രെയിനും പ്ലാറ്റ്ഫോമും അത് വരുന്ന ഇക്വേഷൻ എഴുതുക. ഒന്ന് എഴുതിയേ. ദറ്റ് ഈസ് ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലെ? പോസ്റ്റ് പോൾ എന്നൊക്കെ പറഞ്ഞാൽ ലെങ്തും ഇല്ല സ്പീഡും ഇല്ല. ഇനി പ്ലാറ്റ്ഫോം ആണെങ്കിൽ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലെ? ഇത് ഒരേ ട്രെയിൻ ആണ്, അതുകൊണ്ട് തന്നെ രണ്ടിടത്ത് എഴുതുന്ന ലെങ്ത് ഓഫ് ട്രെയിനും രണ്ടിടത്ത് എഴുതുന്ന സ്പീഡ് ഓഫ് ട്രെയിനും ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾക്ക് ഇവിടെ എന്താ ചോദിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് വേണ്ടത് അല്ലെ? നോക്കാം. ട്രെയിനിന്റെ ലെങ്ത് 240, ദാറ്റ് ഈസ് 240 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ അറിയാമോ? അറിയത്തില്ല. സോ ST എന്ന് എഴുതിയാൽ മതി. ഈക്വൽ ടു എന്ത് വന്നു? 24 സെക്കൻഡിലാണ് പാസ് ചെയ്യുന്നത് അല്ലെ? ദാറ്റ് ഈസ് 24. ഇവിടെ നമുക്ക് സ്പീഡ് ഓഫ് ട്രെയിൻ കിട്ടത്തില്ലേ? സോ സ്പീഡ് ഓഫ് ട്രെയിൻ വിൽ ബി ഈക്വൽ ടു 240 by 24, ദാറ്റ് ഈസ് 10. ഏത് യൂണിറ്റിലാണ് കിട്ടുന്നത്? നോക്കിയേ, 24 ഇത് സെക്കൻഡിലാണ്, 240 ഇത് മീറ്ററിലാണ്. സോ നമ്മുടെ 10 meter per second എന്നുള്ള യൂണിറ്റിൽ നമുക്ക് സ്പീഡ് ഓഫ് ട്രെയിൻ കിട്ടി. ഇനി സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്? പ്ലാറ്റ്ഫോമിനെ കടക്കാൻ എന്താ? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു പാസ് എ പ്ലാറ്റ്ഫോം 650 meter ലോങ് അല്ലെ? ഓക്കെ, ലെങ്ത് ഓഫ് ട്രെയിൻ എന്താണ്? അത് 240 തന്നെയാണ്. 240
പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 650 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എത്ര നമ്മൾ കണ്ടുപിടിച്ചില്ലേ, 10. സോൾവ് ചെയ്താൽ പോരായോ? ക്ലിയർ അല്ലേ? ഓക്കെ, 0.5498890 ബൈ 10, ദാറ്റ് ഈസ് 89 സെക്കൻഡ്. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ 2 ഒബ്ജക്റ്റ് വരുമ്പോൾ 2 ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒരു ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഒരേ ട്രെയിൻ ആണ്, അപ്പോൾ അതിന്റെ ലെങ്ത് അതിന്റെ സ്പീഡും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A train passes 2 bridges of length 800 meter and 400 meter in 100 second and 60 second respectively. Find the length of the train. എന്താണ്? ഒരു ട്രെയിൻ 2 ബ്രിഡ്ജിനെ പാസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ലെങ്ത്? 800 മീറ്ററും 400 മീറ്ററും ലെങ്ത് ഉള്ള 2 ബ്രിഡ്ജിനെ പാസ് ചെയ്യാനുള്ള സമയം പറഞ്ഞിട്ടുണ്ട്, 100 സെക്കൻഡും 60 സെക്കൻഡും അല്ലെ? എങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയും 2 ഒബ്ജക്റ്റ് ആണ്. ഏതാണ്? ഒരു ബ്രിഡ്ജ് 1, നമുക്ക് പറയാം ട്രെയിനും ബ്രിഡ്ജ് 1. പിന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റും വേറെ ഒരു ബ്രിഡ്ജ് അല്ലെ? ട്രെയിനും ബ്രിഡ്ജ് 2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് 1 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇവിടെയും ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് 2 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഓക്കെ, ഫസ്റ്റ് ബ്രിഡ്ജിനെ പാസ് ചെയ്യാനുള്ള ടൈം എത്രയാണ്? 100 സെക്കൻഡ്സ്. സോ 100 ഈക്വൽ ടു 2 ബ്രിഡ്ജിന്റെ ലെങ്ത് എത്രയാണ്? ഒരെണ്ണം 800. ലെങ്ത് ഓഫ് ട്രെയിൻ നമുക്ക് അറിയത്തില്ല. ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് 800 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലെ? ഒരു ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇവിടെ എങ്ങനെ എഴുതാം? 60 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് അടുത്ത ബ്രിഡ്ജിന്റെ ലെങ്ത് എത്രയാണ്? 400 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇങ്ങനെ 2 ഇക്വേഷൻ കിട്ടി അല്ലെ? ഇതിനകത്ത് നമുക്ക് സ്പീഡ് ഓഫ് ട്രെയിൻ വേണമെങ്കിലും ചോദിക്കാം, അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ട്രെയിൻ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് ഇപ്പൊ ചോദിച്ചേക്കുന്നത് സ്പീഡ് ഓഫ് ട്രെയിനാ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് നമുക്ക് ലെങ്ത് ഓഫ് ട്രെയിൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? സ്പീഡ് ഓഫ് ട്രെയിനിന്റെ ഇക്വേഷൻ ഇവിടുന്ന് കണ്ടുപിടിച്ചൂടെ? ഇവിടുന്ന് ഒരു സ്പീഡ് ഓഫ് ട്രെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? രണ്ടും ഒന്ന് തന്നെയല്ലേ? അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി നിങ്ങളോട് ലെങ്ത് സ്പീഡ് ഓഫ് ട്രെയിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത്തിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ട് അത് ഇക്വേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഇവിടെ സ്പീഡ് ഓഫ് ട്രെയിൻ ഇക്വേഷൻ എഴുതിയ എന്തോ ഈ ST ഇവിടെ പോകും, ഈ 100 ഇവിടെ വരും അല്ലെ? ST ഈക്വൽ ടു LT പ്ലസ് 800 ബൈ 100. ഇത് സ്പീഡ് ഓഫ് ട്രെയിൻ ഇക്വേഷൻ ഇവിടുന്ന് കിട്ടി. ഇനി ഇവിടുന്ന് എഴുതുവാണെങ്കിലോ ഈ ST ഇവിടെ പോകും, ഈ 60 ഇവിടെ വരും. ST ഈക്വൽ ടു LT പ്ലസ് 400 ബൈ 60. അപ്പൊ രണ്ടും ഒരേ ട്രെയിൻ ആയതുകൊണ്ട് രണ്ടിന്റെയും ഒരേ സ്പീഡാണ്. സോ നമുക്കത് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലെ? സോ നമുക്ക് സോൾവ് ചെയ്യാം. LT plus 800 by 100 equal to LT plus 400 by 60 അല്ലെ? ഇങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. 60 ഇൻറ്റു LT പ്ലസ് 800, 100 ഇൻറ്റു LT പ്ലസ് 800. അങ്ങനെ LTയിൽ ഒരു ഇക്വേഷൻ, അതായത് അൺനോൺ നമുക്ക് X എന്ന് കൊടുക്കാം. LT എന്ന് നമ്മൾ ജസ്റ്റ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, X സോൾവ് ചെയ്യാം അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് ഇതേ ഫോമിലല്ലേ കിടക്കുന്നത്? A/B ഈക്വൽ ടു C/D. ഇങ്ങനെ ഫോമിൽ കിടന്നാൽ കട്ട് ചെയ്യാനുള്ളത്, അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതുണ്ടല്ലോ. ന്യൂമറേറ്ററിൽ കോമൺ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അത് പ്ലസ് ആണെങ്കിൽ അല്ല, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലാണ്. പ്ലസ് ആണെങ്കിൽ രണ്ടിടത്തുനിന്നും കൂടെ എടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഡിനോമിനേറ്റർ കട്ട് ചെയ്യാം അല്ലെ? അതേപോലെ നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്, അപ്പൊ അത് ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്താ 60 ഡിനോമിനേറ്റർ കോമൺ ഉള്ളത് കട്ട് ചെയ്യാം അല്ലെ? ഈ 0 കട്ട് ചെയ്യാം. ഇനി 10നെയും 6നെയും കട്ട് ചെയ്താൽ 5, ഇത് 3 അല്ലെ? എന്നിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ. ഇങ്ങനെ നിർബന്ധമില്ല, ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? ന്യൂമറേറ്റർ കോമൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഇവിടെ നീ 800 400 കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ആഡ് ചെയ്തേക്കുവാണ് അല്ലെ? സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3LT plus 3 into 800, 2400 equal to 5LT plus 5 into 400, 2000. ഇനി കോൺസ്റ്റന്റ് ആയിട്ടുള്ളതെല്ലാം ഒരു സൈഡിലോട്ടും വേരിയബിൾ ആയിട്ടുള്ള LT അല്ല ഒരു സൈഡിലോട്ടും എടുത്തേ. ഈ 3LT ഇവിടെ പോകുമ്പോൾ എന്ത് വരും? 5LT മൈനസ് 3LT ഈക്വൽ ടു 2000. ഇവിടെ വരുമ്പം 2400 മൈനസ് 2000 അല്ലെ? സോ 400 equal to 2LT. LT will be equal to 400 by 2, that is 200 meter. Clear ആണോ? ഓപ്ഷൻ C
200. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ തന്നെ ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് 9th നവോദയ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എക്സാം ഓറിയന്റഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് ഒക്കെ വന്നത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ആപ്പ് ബേസ്ഡ് ക്ലാസ് ആണ്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. ഈ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മോക്ക് ടെസ്റ്റും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.